ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ശരിവച്ച ലീജിയൻ ഹാക്കർ ഗ്രൂപ്പ് അപ്പോളോ ആശുപത്രിയുടെ സെർവർ ഹാക്ക് ചെയ്തതായ ലീജിയൻ വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപമുണ്ടാകുമെന്ന ലീജിയന്റെ മുന്നറിയിപ്പ്. എം രാജീവ് നൽകും വിവരങ്ങൾ. രാജീവ്, ലീജിയൻ ഗ്രൂപ്പ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, പ്രാചീന റോമൻ സേനയുടെ പേരുള്ള ഹാക്കർ ഗ്രൂപ്പാണ് ലീജിയൻ. ലീജിയൻ ഗ്രൂപ്പ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വിടുന്നത്. കാരണം ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളുണ്ടെന്ന വാർത്ത നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലീജിയൻ പുറത്തുവിടുന്നത്. ലീജിയന്റെ പ്രതിനിധിയുമായി വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തിയ അഭിമുഖത്തിലാണ് തങ്ങൾക്ക് അപ്പോളോ ആശുപത്രിയിലെ സെർവറിൽ നുഴഞ്ഞു കയറാനായെന്നും അപ്പോളോ ആശുപത്രിയുടെ സെർവർ ഹാക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നും ലീജിയൻ പ്രതിനിധി വെളിപ്പെടുത്തിയത്. ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ശരിവെക്കുകയാണ് ഹാക്കർ ഗ്രൂപ്പായ ലീജിയൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോളോ ആശുപത്രിയുടെ സെർവർ ചോർത്തിയപ്പോൾ നിരവധി പ്രമുഖ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചു. പക്ഷേ ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആണ് എന്നതുകൊണ്ട് തന്നെ അത് എങ്ങനെ പുറത്തുവിടണോ എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് 9 പേരടങ്ങുന്ന സംഘമാണ് ലീജിയൻ എന്നാണ് അഭിമുഖത്തിൽ അവർ വെളിപ്പെടുത്തുന്നത്. കൃത്യമായ സംഖ്യ പറയുന്നില്ല, എങ്കിലും 1 ഡിജിറ്റിലെ ഏറ്റവും ഹയർ നമ്പർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 9 പേരടങ്ങുന്ന സംഘമാണ് ലീജിയൻ എന്ന് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പോളോ ആശുപത്രിയുടെ സെർവർ ചോർത്തിയത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യയിലെ ജനങ്ങൾ പിന്തുണയ്ക്കണം. അങ്ങനെയെങ്കിൽ തങ്ങൾ ആ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണ്. എന്നാൽ തങ്ങളുടെ ഭയം എന്താണെന്ന് വെച്ചാൽ വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപമുണ്ടാകും എന്നാണ് ലീജിയൻ ഗ്രൂപ്പ്, ഹാക്കർ ഗ്രൂപ്പ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെയും വിജയ് മല്യയുടെയും ട്വിറ്റർ ഹാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയെ ഞെട്ടിച്ച ഹാക്കർ ഗ്രൂപ്പാണ് ലീജിയൻ. ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യൻ പങ്ക് ഇതിലുണ്ടോ എന്ന ചോദ്യത്തിന് തനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ല എന്നായിരുന്നു ലീജിയൻ ഹാക്കർ പ്രതിനിധി വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത്. ഇന്ത്യയിലെ സർക്കാർ വെബ്സൈറ്റുകൾ, പ്രത്യേകിച്ചും sansad.nic.in ഹാക്ക് ചെയ്യുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്താൽ നിരവധി അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ sansad.nic.in ഹാക്ക് ചെയ്തു കഴിഞ്ഞാൽ നിരവധി അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഹാക്കർ പ്രതിനിധി വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ അടുത്ത ലക്ഷ്യം, അടുത്തതായി ആദ്യം ചെയ്യാൻ പോകുന്നത് മുൻ IPL ചെയർമാനായ ലളിത് മോഡിയുടെ ട്വിറ്റർ ഹാക്ക് ചെയ്യുമെന്നും ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലാകെ 40,000-ൽ പരം സെർവറുകൾ ഇവർ ഹാക്ക് ചെയ്തതായാണ് അവകാശപ്പെടുന്നത്. ഇതിൽ സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങൾ നിരവധി പേർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിജയ് മല്യ അടക്കം, രാഹുൽ ഗാന്ധി അടക്കം, ബർഖ ദത്ത് അടക്കമുള്ളവർ തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി പറയുന്നു. എന്തായാലും ജയലളിത മരണം സംബന്ധിച്ച ദുരൂഹത ഏറുന്നതാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റിന് ലീജിയൻ ഹാക്കർ പ്രതിനിധി നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്ന വ്യക്തമായ കാര്യങ്ങൾ. മനു, തീർച്ചയായിട്ടും രാജീവ്, അത് തന്നെയാണ് കാരണം. 75 ദിവസങ്ങൾ ജയലളിത അപ്പോളോ ആശുപത്രിയിൽ കഴിഞ്ഞ 75 ദിവസങ്ങളിൽ അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അത് സംബന്ധിച്ച ഊഹാപോഹങ്ങൾ ധാരാളമായി പ്രചരിക്കുകയും ചെയ്യുന്നു. ജയലളിതയുടെ സഹോദരപുത്രി ദീപ പറയുന്നു, ഒപ്പം തന്നെ ശശികല പുഷ്പയെ പോലുള്ളവർ ഇതിൽ ദുരൂഹത ഉണ്ട് എന്ന് പറയുന്നു. ചില സ്ലോ പോയിസണിംഗ് ആണ് എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളും പല ഭാഗത്തു നിന്ന് വരികയും ചെയ്തിരുന്നു. അതൊക്കെ ശരിവയ്ക്കുന്നതാണ് ഈ ലീജിയൻ ഗ്രൂപ്പിൻ പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ. മനു, ജയലളിതയുടെ മരണം സംബന്ധിച്ച് നിരവധി ദുരൂഹതകൾ നിലനിന്നിരുന്നു. 2012-ൽ തന്നെ തെഹൽക്ക സ്ലോ പോയിസണിംഗ് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരുന്നു. ആ വാദത്തിൽ തെഹൽക്ക റിപ്പോർട്ടർ ജീമോൻ ജേക്കബ് ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലവും നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ AIADMK MD കൂടിയായ ശശികല പുഷ്പ അമ്മയെ കൊല്ലുകയായിരുന്നു, മെല്ലെ മെല്ലെ കൊല്ലുകയായിരുന്നുള്ള ആരോപണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ജയലളിതയുടെ മരുമകളായ ദീപ സമാനമായ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 72 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞിട്ടും, MGR ആശുപത്രിയിൽ കഴിയുന്ന കാലത്തും രജനീകാന്ത് ആശുപത്രിയിൽ കഴിയുന്ന കാലത്തും ഏതെങ്കിലും തരത്തിലുള്ള അവരുടേതായ പ്രതികരണം പുറത്തു വന്നെങ്കിൽ ജയലളിതയുടെ പ്രതികരണം 72 ദിവസവും പുറത്തു വന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. MGR വിദേശത്ത് ആശുപത്രിയിൽ കഴിയുമ്പോൾ ഒരു കത്തെഴുതുകയാണ്, തമിഴ് മക്കൾക്ക് വേണ്ടി ഒരു കത്തെഴുതുകയാണ് ചെയ്തത്. തൻ്റെ കയ്യൊപ്പോട് കൂടിയുള്ള കത്തെഴുതുകയാണ് ചെയ്തതെങ്കിൽ രജനീകാന്ത് അപ്പോളോ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ രജനീകാന്ത് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിടുകയാണ് ചെയ്തത്, തമിഴ് മക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്. എന്നാൽ ജയലളിതയെ സംബന്ധിച്ചിടത്തോളം ജയലളിതയുടെ ഒരു ഫോട്ടോഗ്രാഫോ മറ്റെന്തെങ്കിലുമോ പുറത്തു വന്നില്ല. ആകെ പുറത്തു വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് AIADMK ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവരുടെ കയ്യൊപ്പ് മാത്രമാണ് പുറത്തു വന്നത്. ഒരു വേള ആശുപത്രി പറഞ്ഞു അവരുടെ അസുഖം മാറി, പൂർണ്ണമായും മാറി, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയുന്ന ആ സാഹചര്യത്തിൽ പോലും ഒരു വോയിസ് ക്ലിപ്പോ
അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോട്ടോഗ്രാഫോ പോലും വീഡിയോ ക്ലിപ്പോ പോലും പുറത്തുവിടാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അപ്പോളോ ആശുപത്രിയിലെ സെർവർ ലീജിയൻ ഹാക്കർ ഗ്രൂപ്പ് ഹാക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് പുറത്തുവിടുമോ എന്നുള്ള കാര്യം പ്രത്യേകിച്ചും അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ വലിയൊരു കലാപത്തിന് നാന്ദിയാകുന്ന സംഭവവികാസങ്ങളാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ഇതിന് മടിക്കുന്നത് എന്നാണ് മനു ഇപ്പോൾ ലീജിയൻ ഹാക്കർ പ്രതിനിധി വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും രാജീവ്, അത്തരത്തിൽ വികാരപരമായി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു ജനത കൂടിയാണ് തമിഴ്നാട്. അതുകൊണ്ട് അവർ പറയുന്നത് പോലെ തന്നെ അത്തരത്തിൽ വിവരങ്ങൾ വന്നാൽ വലിയൊരു കലാപങ്ങളിലേക്ക് തെക്കേ ഇന്ത്യ പ്രത്യേകിച്ചും തമിഴ്നാട് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്, നേരത്തെ തമിഴ്നാട് ഗവർണർ വിദ്യാസാഗർ റാവു ആശുപത്രിയിലെത്തി. അവർക്ക് അദ്ദേഹത്തിന് ജയലളിതയെ കാണാൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ വെങ്കയ്യ നായിഡു വന്നു, അദ്ദേഹത്തിന് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള VIP-കൾ വന്നിട്ട് പോലും ചികിത്സയിൽ കഴിയുന്ന ജയലളിതയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജയലളിതയെ കാണാൻ അനുവദിക്കാത്തത് എന്നൊരു സാഹചര്യം മുന്നിലില്ലേ? തീർച്ചയായും 72 ദിവസം ജയലളിത ആശുപത്രിയിൽ കിടന്നപ്പോൾ വലിയ ദുരൂഹതകൾ നിലനിന്നിരുന്നു എന്ന് പറയാൻ നമുക്ക് എണ്ണി പറയാനാകും. അത് കാരണം നിർജ്ജലീകരണവും പനിയുമായി ആശുപത്രിയിലേക്ക് പോകുന്ന AIDMK ചീഫ്, അതിനുശേഷം ഒരാളുമായി ബന്ധമില്ല. ശശികലയ്ക്കും കുടുംബാംഗങ്ങൾക്കും, നമ്മൾ ശശികലയ്ക്ക് മാത്രമാണെങ്കിൽ നമുക്ക് പറയാം ശശികല തോഴിയാണെന്ന് പറയാം. എന്നാൽ ശശികലയുടെ കുടുംബാംഗങ്ങൾക്കും പ്രവേശനം സാധ്യമായിരുന്നു അപ്പോളോ ആശുപത്രിയിൽ. ജയലളിത പ്രവേശിച്ചതോടുകൂടി ആ പ്രദേശത്തെ, അതായത് ആ വാർഡിലെ, ആ ബ്ലോക്കിലെ മുഴുവൻ CCTV-യും പ്രവർത്തനരഹിതമാക്കിക്കൊണ്ട് അപ്പോളോ ആശുപത്രി അധികൃതർ അത്തരമൊരു നടപടിയിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജയലളിതയ്ക്ക് കമാൻഡോമാരുണ്ട്. എന്നാൽ ഈ കമാൻഡോമാർക്ക് ആർക്കും തന്നെ ജയലളിതയുടെ അടുത്ത് സംരക്ഷണം എന്ന നിലയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ജയലളിത എനിക്ക് എന്ത് മരുന്നുകളാണ് കൊടുക്കുന്നത്, എന്തിനാണ് ചികിത്സിക്കുന്നത്, എന്തായിരുന്നു അവരുടെ യഥാർത്ഥ അസുഖം, ഇതൊന്നും തന്നെ പുറത്തുവിടാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടുമില്ല. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വളരെ ദുരൂഹത വർദ്ധിപ്പിച്ചുകൊണ്ട് ഹാക്കർ പ്രതിനിധി വാഷിംഗ്ടൺ പോസ്റ്റിനോട് ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയിലെ ജയലളിതയെക്കുറിച്ച്, ജയലളിതയുടെ അപ്പോളോ ആശുപത്രിയിലെ ചികിത്സയെക്കുറിച്ചുള്ള ഒരു അഭിമുഖം നൽകുന്നത്. മനു, തീർച്ചയായിട്ടും രാജീവ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ജയലളിത ഇത്തരത്തിലൊരു മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അസുഖബാധിതയാണ് എന്ന് അറിയുന്നത് തന്നെ ജയിലിൽ കഴിയുന്ന സമയത്ത് അവർ കോടതിയോട് പറഞ്ഞപ്പോഴാണ്. എനിക്ക് മരുന്നുകൾ നൽകാൻ ശശികലയെ അനുവദിക്കണമെന്ന് കോടതിയോട് പറഞ്ഞ സമയത്ത് മാത്രമാണ്. മാത്രമല്ല 2012 തെഹൽക്ക ഇത് സംബന്ധിച്ച് സ്ലോ പോയിസണിംഗ് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തു വിടുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. ജയലളിതയെ അസുഖബാധിതയാക്കാൻ അല്ലെങ്കിൽ രക്തത്തിൽ അണുബാധ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പോയിസണിംഗ് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു പ്രക്രിയ അത് വളരെ കാലം മുമ്പ് തുടങ്ങിയതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മനു, അത്തരത്തിൽ ഒരു സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് പറയാനാകില്ല. എങ്കിൽ പോലും 2012 തെഹൽക്ക റിപ്പോർട്ടർ നൽകിയ സ്ലോ പോയിസണിംഗ് എന്ന ആ വാർത്തയിൽ ലെഡ് ഭക്ഷണത്തിൽ നൽകുന്നു, അതായത് പഴങ്ങളിലൂടെ ലെഡ് നൽകുന്നു എന്നായിരുന്നു വാർത്ത. നമുക്ക് മനസ്സിലാക്കാവുന്നിടത്തോളം ജയലളിതയെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം, തമിഴ്നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള വാർത്ത, തനിക്ക് മാനഹാനി വരുത്തുന്ന വാർത്ത വന്നാൽ അവർക്കെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകാനും ഒരു വേള അവരെ പിടിച്ച് പോലീസിന്റെ സഹായത്തോടെ പിടിച്ച് അകത്തിടാനും ജയലളിതയ്ക്ക് കഴിയുമായിരുന്നു. ഏതാണ്ട് 2 ടേം ജയലളിത അടുപ്പിച്ച് ഭരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം വരുന്നത്. ജയലളിത 2012 ശേഷം 2016 ജയലളിതയുടെ ഭരണം ഉണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് 2012 ജീമോൻ ജേക്കബ് ഈ വാർത്ത കൊടുത്തപ്പോൾ ഒരു മാനനഷ്ട കേസിന് പോകാൻ ജയലളിത തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് ഈ വാദത്തെ അല്ലെങ്കിൽ ഈ വാർത്തയെ ജയലളിത ഒരു വേള അംഗീകരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. എങ്കിൽ പോലും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ താൻ മാപ്പ് സാക്ഷിയാകുമെന്ന ശശികലയുടെ ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിൽ വീണ്ടും ശശികലയെ തൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ, പോയസ് ഗാർഡനിലേക്ക് കൊണ്ടുവരാൻ ജയലളിത തയ്യാറാകുന്നത് എന്ന് ജീമോൻ ജേക്കബ് തന്നെ തൻ്റെ വാർത്തയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലീജിയൻ ഹാക്കർ ഗ്രൂപ്പിൽ നിന്ന് ഉയരുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. മനു, തീർച്ചയായിട്ടും അതുതന്നെയാണ് രാജീവ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുനകൾ പ്രധാനമായും എത്തി നിൽക്കുന്നത് അത് ശശികലയിലേക്കും അവരുടെ മന്നാർഗുഡി മാഫിയ എന്ന് പറയുന്ന കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിലേക്ക് തന്നെയായിരിക്കും. കാരണം ജയലളിതയുമായി ഏറ്റവും അധികം വ്യക്തിപരമായും അല്ലാതെയും ഉള്ള എല്ലാ അടുപ്പങ്ങളും പുലർത്തിയിരുന്നത് ഈ ശശികലയും അവരുടെ കുടുംബാംഗങ്ങളും ആ മാഫിയ ഗ്രൂപ്പും മാത്രമായിരുന്നില്ലേ? തീർച്ചയായും അവിടെയാണ് ഈ ആശുപത്രിയിലെ വാസവും സംബന്ധിച്ച കാര്യങ്ങളും നമ്മൾ തുറന്നു പറയേണ്ടത്. കാരണം ആശുപത്രിയിൽ ജയലളിതയ്ക്കും ജയലളിതയുടെ ബന്ധുക്കൾക്ക് മാത്രം എന്തുകൊണ്ട് ശശികലയ്ക്കും ശശികലയുടെ ബന്ധുക്കൾക്ക് മാത്രം എങ്ങനെയാണ് ജയലളിതയെ കാണാനാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നമുക്കറിയാം, ദീപ ജയകുമാർ എന്ന ജയലളിതയുടെ സഹോദരപുത്രി അപ്പോൾ ആശുപത്രിയുടെ മുമ്പിൽ 24 മണിക്കൂറോളം കാത്തു നിന്നിട്ടും അവരെ കാണാൻ അനുവദിക്കാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ
മുഖ്യമന്ത്രി അടക്കം നിരവധി പേർ, രാഹുൽ ഗാന്ധിയും അമിത്ഷായും അടക്കമുള്ളവർ വന്നെങ്കിലും ജയലളിതയെ കണ്ടില്ല എന്നുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ആരെയും ജയലളിതയെ കാണിക്കാത്ത ഒരു സാഹചര്യം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത്? എന്തുകൊണ്ടാണ് ശശികലയുടെ ബന്ധുക്കളും മാത്രം ആശുപത്രി അധികൃതർക്കും മറ്റും വിശ്വസ്തരായത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇതിൽ തമിഴ്നാട് സർക്കാർ ഒരുപക്ഷെ ആശുപത്രിക്ക് നിർദ്ദേശം നൽകാനും മതി. പക്ഷേ ജയലളിതയ്ക്ക് ചുറ്റുമുള്ള കമാൻഡോകൾക്ക് പോലും ജയലളിതയെ കാണാനോ അല്ലെങ്കിൽ സംരക്ഷണം ഏർപ്പെടുത്താനോ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് ആ ആശുപത്രി കെട്ടിടത്തിലെ ആ ബ്ലോക്ക് അനുവദിക്കപ്പെട്ടിരുന്നില്ല എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. തീർച്ചയായിട്ടും. മറ്റൊന്ന്, ഇതുവരെ ഇത്തരത്തിൽ കുറേ ആരോപണങ്ങൾ ഇങ്ങനെ വന്നിട്ടും ശശികലയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നോ ഇത് നിഷേധിച്ചുകൊണ്ട് ഒരു വാർത്തയോ ഒരു വാക്കോ വന്നിട്ടില്ല. അല്ലെങ്കിൽ രാജീവ്, ഇപ്പോൾ ശ്രീ ജിമോൻ ജേക്കബ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജിമോൻ ജേക്കബ്, 2012 താങ്കളടക്കം പുറത്തു കൊണ്ടുവന്ന ഒരു കാര്യമാണ് സ്ലോ പോയിസൺ സംബന്ധിച്ച കാര്യം. ഇപ്പോൾ ഇതാ ലീജിയൻ ഹാക്കർ ഗ്രൂപ്പ് പറയുന്നു അവരുടെ മരണത്തിൽ ദുരൂഹതയാണ്, അത് പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഞാൻ 2012 എഴുതിയ വാർത്തയുടെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ AIADMKയിലുള്ള വളരെ വിശ്വസനീയമായ വൃത്തങ്ങൾ എനിക്ക് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വാർത്ത എഴുതിയത്. പിന്നീട് ഓൾമോസ്റ്റ് ഒരു 5 വർഷത്തിന് ശേഷം ജയലളിതയുടെ ഒരു മരണം സംഭവിക്കുകയാണ്. അതും വളരെ നാടകീയമായ മരണമായിരുന്നു. ജയലളിത എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരിയല്ല. തമിഴ്നാട് അടക്കി ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പൊ അവർക്ക് അവരുടെ മരണം സംഭവിക്കുമ്പോൾ ആ സംസ്ഥാനത്തിലുള്ള ജനങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്കും അവർക്ക് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മരണം സംഭവിച്ചതെന്നുള്ള അറിയാനുള്ളൊരു ആഗ്രഹത്തെക്കാൾ കൂടി അവരുടെ ഈ നമ്മുടെ ജനാധിപത്യ ഭരണക്രമത്തിലുള്ള ഒരു അവകാശം കൂടിയാണ്. പക്ഷേ അവർക്ക് എന്തുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചതെന്ന് ഇന്ന് വരെ ആരും ഒരു വിശ്വസനീയമായിട്ടുള്ള വൃത്തങ്ങൾ ആരും തന്നെ അപ്പോളോ ഹോസ്പിറ്റലോ ശശികലയോ AIADMKയോ അത് പുറത്തുവിട്ടില്ല. അതിനെക്കുറിച്ചുള്ള കോലാഹലങ്ങൾ കൈരളി അടക്കമുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ജനമധ്യത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവവികാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. അത് മാത്രവുമല്ല, ഇന്ത്യയിലെ ഒരു ഭരണാധികാരിക്ക് ഇതുപോലെ ഒരു ദുരൂഹമായിട്ടുള്ള മരണം ഇതിനു മുമ്പ് സംഭവിച്ചതായിട്ട് എന്റെ അറിവില്ല. അപ്പോൾ ഇനി ഈ തുടർച്ചയായിട്ട് വരുന്ന വിവരങ്ങളും നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. കാരണം ഒരു ഭരണാധികാരിക്ക് ഇതാണ് സംഭവിച്ചതെങ്കിൽ നമ്മുടെ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെയൊക്കെ പ്രവർത്തന രീതിയെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യേണ്ടതും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും, കാരണം ഇതൊരു ജനാധിപത്യ ഭരണക്രമത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റും? അതുമാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനാകുന്നത്. അതുതന്നെയാണ് ശ്രീ ജിമോൻ ജേക്കബ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇത് എങ്ങനെ സംഭവിക്കും? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട് അടക്കി ഭരിച്ചിരുന്ന ആളായിരുന്നു ജയലളിത. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലൊരു സൂചനയോ വാർത്തയോ അവരുടെ കയ്യിലോട്ട് കൂടി എത്തേണ്ടതല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ? അതല്ല, ഈ കാര്യങ്ങൾ ചെയ്യുന്നവർ അത്രമാത്രം ജയലളിതയുടെ കയ്യിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്താതിരിക്കാൻ മാത്രം കഴിവുള്ള അത്രയും ശക്തരായിരുന്നു. ജയലളിത ജീവിച്ചിരിക്കുമ്പോൾ ഇവരാരും ശക്തരല്ലായിരുന്നല്ലോ. വെറും പരിചാരികയായിരുന്ന ഒരാളെ കുറിച്ചാണ് AIADMKയുടെ നേതാക്കന്മാർ പറയുന്നത്, അമ്മ നയിക്കും പോലെ ചിന്നമ്മയും ഞങ്ങളെ നയിക്കണമെന്ന്. അതായത് ഈ ശശികല എന്ന് പറയുന്ന ഒരു പരിചാരികയാണ് ഇപ്പോൾ തമിഴ്നാട് ഉയർത്തിക്കാട്ടുന്നത്. അതിനെതിരെ ശക്തമായ ജനരോഷം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം കൈരളി TV പുറത്തുവിട്ട ഒരു വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ജയലളിതയുടെ മരണത്തിലുള്ള ദുരൂഹത അത് മാറ്റേണ്ടത് ഇന്ത്യയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരു ജനാധിപത്യ ഭരണക്രമം നിലനിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാര്യമാണ്. അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലും കുറച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും ഇത്തരം ഒരു പ്രശസ്ത വ്യക്തിയുടെ മരണം മൂടിവെക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ സാധാരണക്കാരന്റെ മരണത്തിന് എന്താണ് സംഭവിക്കുക? തീർച്ചയായിട്ടും ശ്രീ ജിമോൻ ജേക്കബ്, അവിടെ താങ്കൾ പറഞ്ഞതുപോലെ നിരവധി പ്രശസ്ത വ്യക്തികൾ ഈ 72 ദിവസങ്ങൾക്കിടയിൽ ആശുപത്രിയിൽ എത്തിയിരുന്നു. കേന്ദ്രമന്ത്രിമാരും തമിഴ്നാട് ഗവർണറും ഒക്കെ എത്തിയിരുന്നു. പക്ഷേ അവർക്കാർക്കും ഈ ജയലളിതയുടെ മുറിയിലേക്ക് കടന്നു ചെല്ലാനോ അവരെ നേരിട്ട് കാണാനോ കഴിഞ്ഞിട്ടില്ല. ഈ ആകെ അവിടെ ഉണ്ടായിരുന്നത് ശശികല മാത്രമായിരുന്നു. അപ്പോൾ ഒരു ആശുപത്രിയിൽ എങ്ങനെ അത്തരം കാര്യങ്ങൾ നടക്കുന്നു? അതിന് ഉത്തരമായാൽ ഇപ്പോൾ വരുന്ന ഈ ദുരൂഹതകൾക്കെല്ലാം ഉത്തരം ലഭിക്കില്ലേ? അതിന് ആശുപത്രി അധികൃതർക്ക് പറയാവുന്ന വ്യക്തമായിട്ടുള്ള വിശദീകരണമുണ്ട്. അതായത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ, അതായത് ആശുപത്രിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്ന ആളുടെ ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച് അവർ ഒരു ഡോക്ടറെ അനുവദിക്കാതെ നമുക്ക് അവിടെ പ്രവേശിക്കാനാവില്ല. അതിനെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. രാഹുൽ ഗാന്ധി അവിടെ ചെന്നു, വഴിയിൽ നിന്ന് തിരിച്ചു പോന്നു. മറ്റ് പലരും അവിടെ വന്നു, അവരൊക്കെ ICUവിന് പുറത്ത് നിന്ന്. അതൊരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരാളെ ചികിത്സിക്കുമ്പോഴുള്ള ഒരു പ്രോട്ടോകോളാണ്. അതിന് നമ്മൾ എതിർക്കുന്നില്ല. കാരണം വെച്ചാല് ഇവരൊക്കെ ഏത് ഹോസ്പിറ്റലും ഒരു രോഗിയെ ചികിത്സിക്കുന്ന അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ ഒരു സംശയം അവശേഷിപ്പിക്കുന്നത് കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഒരാളുടെ മരണശേഷം എന്ത് ചികിത്സ അയാൾക്ക് നൽകി, അല്ലെങ്കിൽ എന്തായിരുന്നു ജയലളിതയുടെ രോഗം, ഇതൊക്കെ അറിയാനായിട്ട് സ്വതന്ത്ര ഇന്ത്യയിലുള്ള എല്ലാവർക്കും താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അത് അറിയിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും നടത്താതെ ഒരു ദിവസം ജയലളിത ഡോക്ടർമാരോട് കാപ്പി കുടിച്ചോ എന്ന് ചോദിച്ചു, അവരെ കെട്ടിപ്പിടിച്ചു. ഇത്തരം വാർത്തകൾ പുറത്തു വരികയും ജയലളിതയുടെ ഒപ്പം ഉണ്ടായിരുന്ന ശശികല ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശശികലയ്ക്ക് വേണ്ടിയിട്ട് AIDMKയിലെ എല്ലാ നേതാക്കന്മാരും, അതായത് ശശികല ജയലളിതയുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ എതിർത്തിരുന്ന തമ്പിദുരെ അടക്കമുള്ളവർ ചിന്നമ്മയാണ് നമ്മെ നയിക്കേണ്ടത് എന്ന് പറയുമ്പോഴും അതിലൊരു ഗൂഢാലോചനയും അതിന്റെ പുറകിലൊരു തിരക്കഥയും നമ്മൾ സംശയിക്കുന്നതിൽ അത്ഭുതമുണ്ട്. അവിടെയാണ് എനിക്കൊരു സംശയം താങ്കളോട് ചോദിക്കാനുള്ളത്. അതായത് 2012 താങ്കൾ AIDMKയിൽ നിന്ന് കിട്ടിയ വ്യക്തമായ ചില സോഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ വാർത്ത നൽകിയത്. താങ്കൾക്ക് ആ വാർത്ത നൽകിയ സോഴ്സ് ഏതൊക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താങ്കളോട് ആ കാര്യങ്ങൾ പറഞ്ഞത്? അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന്? അതായത് ഞാൻ ഈ വാർത്ത എഴുതുമ്പോൾ ഏകദേശം ഒരു 20 ദിവസത്തോളം എടുത്ത് ഞാൻ അന്വേഷിച്ച് ഓരോ വസ്തുതകളും പരിശോധിച്ചതിന് ശേഷം എഴുതിയ വാർത്തയാണ്. ഞാൻ ഈ വാർത്ത എഴുതിയതിന് ശേഷം ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞു. അന്ന് ഞാൻ കണ്ടത്, അതായത് ശശികലയുമായിട്ട് ഒന്ന് ജയലളിതയോടൊപ്പം AIDMKയുടെ നേതൃത്വ നിലയിലുള്ള കുറെ പേരെയും അവിടെ ജോലി ചെയ്തിരുന്ന പലരെയും അവരുടെ
അവർ എന്നോട് പറഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വാർത്ത എഴുതുന്നത്. അവർ പറഞ്ഞതിൽ, അതായത് ഒരാൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഞാൻ അവരിൽ എഴുതിയത്. ഞാൻ അവർ പറഞ്ഞ 3-ലധികം പേർ ഒരേ കാര്യം പറഞ്ഞ വസ്തുതകളാണ് ഞാൻ എന്റെ വാർത്ത ഉൾപ്പെടുത്തിയത്. അതിന് ഡോക്യുമെന്ററി എവിഡൻസ്, മറ്റുള്ള കാര്യങ്ങള്, ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇത്തരമൊരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് അതിൽ ഞാൻ ഒരാളെ പോലും, ഞാൻ ഏകദേശം 3600 വാക്കുകളുള്ള ഒരു സ്റ്റോറിയാണ് പ്രസിദ്ധീകരിച്ചത്. ആ സ്റ്റോറിയിൽ ഒരിടത്ത് പോലും നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഒരാളെ പോലും കോട്ട് ചെയ്തിട്ടില്ല. കാരണം ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മളൊരു വസ്തുത പറയുമ്പോൾ നമ്മൾ ഒരാളെ കോട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ പ്രാഥമിക കടമ. പക്ഷേ ഈ സ്റ്റോറി വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. ഒരാളെ പോലും കോട്ട് ചെയ്തിട്ടില്ല. കാരണം കോട്ട് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. കാരണം നമ്മളുടെ വാർത്തയേക്കാൾ ഉപരിയായിട്ട് ഇവരെല്ലാവരും പറയുമ്പോൾ, അപ്പോൾ 3-ലധികം പേർ പറയുന്ന വസ്തുതകൾ മാത്രം ഉൾപ്പെടുത്തി ഞാൻ എഴുതിയ വാർത്തയാണ്. ആ വാർത്ത വന്നതിന് ശേഷം അത് ശശികലയ്ക്ക് ഏറ്റവും, അന്ന് ശശികല വേദനിലയത്തിന് പുറത്താണ്. അതിനുശേഷം 88 ദിവസങ്ങൾക്ക് ശേഷമാണ് ശശികല അകത്ത് വീണ്ടും കയറിയത്. ഇതിനു ശേഷം പോലും ഒരിക്കൽ ഈ വാർത്തയെ ഒരാൾ പോലും ചലഞ്ച് ചെയ്തിട്ടില്ല. അതിന്റെ വസ്തുതകൾ തെറ്റാണെന്ന് ആരും തെളിയിച്ചിട്ടില്ല. ഇപ്പോൾ ജയ് വിളിക്കുന്ന പലർ പോലും അന്ന് ശശികലയ്ക്കെതിരെ എന്നോട് പറഞ്ഞവരാണ്. അതിന്റെ ഏറ്റവും വലിയ അടുത്തയിടെയുണ്ടായ ആ ശശികല പുഷ്പ എന്ന് പറയുന്ന അവരുടെ രാജ്യസഭാംഗം പോലും ഇതേ വസ്തുതകൾ ഉയർത്തിക്കാട്ടിയതാണ്. അവരുടെ സഹോദരന്റെ മകളായ ദീപാ ജയകുമാർ പിന്നീട് ഇതേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പല മാധ്യമങ്ങളോടും സംസാരിച്ചതാണ്. പക്ഷെ ഇതില് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് ജനപ്രതിനിധികൾ. അത്തരം ഒരു പ്രബലയായ മുഖ്യമന്ത്രിയുടെ, അല്ലെങ്കിൽ മരിച്ചതുകൊണ്ട് മുൻ മുഖ്യമന്ത്രി ചികിത്സയെക്കുറിച്ചും അവരുടെ രോഗത്തെക്കുറിച്ചും അവർ എന്ന് മരിച്ചു എന്നുള്ളതിനെ കുറിച്ച് പോലും ഒരു സംസ്ഥാനത്തെ ജനതയ്ക്ക്, ഇത് തമിഴ്നാടിന്റെ അവരാണ് ആദ്യത്തെ ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാനായിട്ട് അവകാശമില്ലേ? അതോ അത് അപ്പോളോ ഹോസ്പിറ്റലിന്റെ മാത്രം കുത്തകയാണ് ഇവരുടെ രോഗവിവരങ്ങൾ? ഇപ്പോൾ പലരും പുലർത്തുന്ന നിശബ്ദത അത് കുറ്റകരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ നിശബ്ദത എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിന് കാരണമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു കാലത്ത് കനത്ത വിമർശകനായിരുന്ന തമ്പിദുരൈ അടക്കമുള്ളവർ ഇപ്പോൾ ചിന്നമ്മ ഭരിക്കണം, അല്ലെങ്കിൽ ചിന്നമ്മ പാർട്ടിയെ നയിക്കണം എന്ന വാദത്തിലേക്ക് മാറുന്നു. ഈ ഊഹാപോഹങ്ങളെയൊക്കെ സമഗ്രമായി നമ്മൾ അരിച്ചെടുത്താൽ എല്ലാം എത്തി നിൽക്കുന്നത് ശശികലയിലേക്കും ഈ മന്നാർഗുഡി മാഫിയയിലേക്കുമാണോ? അതിന് സംശയമൊന്നുമില്ല. കഴിഞ്ഞ 2011 നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, തമിഴ്നാട്ടിൽ നടക്കുമ്പോൾ, അന്ന് ടിക്കറ്റ് കൊടുത്തതിലെ ഏറ്റവും പ്രധാന കേന്ദ്രം ശശികലയായിരുന്നു. 2006 തൊട്ട് അതിനു മുൻപ്. അപ്പോൾ ശശികല ഒരു ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് കുറെ അനുചാരക വൃന്ദങ്ങളെയും കുറെ പണവുമാണ്. അവർക്ക് കോർപ്പറേറ്റുകളുടെ പിൻബലമുണ്ട്. എം എൽ എമാരുടെ ഒരു പ്രതിഷേധം അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോഴുള്ള മന്ത്രിമാരിൽ നിന്നൊരു പ്രതിഷേധം പ്രതീക്ഷിക്കുന്നില്ല. കൂടാതെ മുൻ മന്ത്രിമാരായിരുന്നവർ പോലും
ഇപ്പോൾ ശശികല നമ്മെ നയിക്കണമെന്ന് പറയുകയാണ്. അതിന്റെ അടിസ്ഥാനം എന്താണ്? ഒരു പ്രതീക്ഷയാണ് രാഷ്ട്രീയത്തില്. രാഷ്ട്രീയക്കാരെ നയിക്കുന്നത് അധികാരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ്. പുറത്തു നിൽക്കുന്നവർക്ക് അകത്ത് കിടക്കാനും അകത്ത് നിൽക്കുന്നവർക്ക് സ്വന്തം സ്ഥാനം നിലനിർത്താനും. അപ്പോൾ അത് മന്നാർകുടി മാഫിയയുടെ സ്വാധീനം ഇപ്പൊ എന്നോട് ചോദിക്കേണ്ട. തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന ഏത് സിവിൽ സർവന്റിനോട് ചോദിച്ചാലും അവർ നിങ്ങളോട് പറയും എത്രമാത്രം ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്വാധീനം ഭരണതലത്തിൽ അവർക്ക് ഉണ്ടായിരുന്നുവെന്നും. കഴിഞ്ഞ 2 വർഷം, അതായത് ഒരു 2 വർഷം മാത്രമാണ് ശശികലയെ വേദനിലയത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം. ഒരു കൂടി വന്നാൽ ഒരു 2 വർഷം മാത്രമാണ് ഇവരുടെ സ്വാധീനം പ്രകടമല്ലാതായിരുന്നു. പക്ഷെ പിന്നീടുള്ള മോദിയെ പ്രധാനമന്ത്രി മോദി ചെന്നൈയിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് വളരെ കാലത്തിന് ശേഷം മുഖ്യമന്ത്രി ജയലളിത അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയത്. മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ ഇതിൽ പോലും നിര്യാണ ചടങ്ങിൽ പോലും അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ ശശികല ഈ ഒരു ക്ഷമിക്കണം ശ്രീ ജീബോൺ ജേക്കബ്, സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്, ക്ഷമിക്കുക. ഏതായാലും വളരെയധികം നന്ദി ഞങ്ങളുടെ ഈ അവസരത്തിൽ സഹകരിച്ചതിന്. വന്ന താങ്കൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മുടെ പ്രേക്ഷകരോടും ഇപ്പോൾ പുതിയ അറിവായി ലഭിക്കുന്നവർക്കും ഇത് പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഏതായാലും വലിയ ദുരൂഹതകളാണ് പുറത്തു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പുറത്തു വരുന്നത്. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത ശരിവച്ച ലീജിയൻ ഹാക്കർ ഗ്രൂപ്പ് രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ആശുപത്രിയുടെ സെർവർ ഹാക്ക് ചെയ്തതായി ലീജിയൻ വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കാര്യങ്ങൾ പുറത്തുവിട്ടാൽ ഇന്ത്യയിൽ വലിയ കലാപമുണ്ടാകുമെന്നാണ് ലീജിയന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഏതായാലും തിരികെ വരാം.